നമുക്ക് പലപ്പോഴും ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു വിഷയത്തെപ്പറ്റി അറിയണമെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയസംബന്ധമായ ഡോക്യുമെൻറ്റുകൾ ലഭ്യമാകണമെങ്കിൽ പലപ്പോഴും പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് പോലും നമുക്ക് ലഭ്യമാകാൻ വേണ്ടി നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് RTI ഫയലിംഗ് എന്നുള്ളത്, റൈറ്റ് ടു ഇൻഫർമേഷൻ. ഇതിന് നമുക്ക് വെറും മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ മാത്രം മതി. ഒന്ന്, നമ്മൾ എന്താണോ അറിയാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഏത് ഡോക്യുമെൻ്റാണ് നമുക്ക് അവിടെ നിന്ന് ലഭ്യമാകേണ്ടത് എന്നതിനെ സംബന്ധിച്ച് നമ്മൾ ഒരു വൈറ്റ് പേപ്പറിൽ നമ്മൾ കൃത്യമായിട്ട് എഴുതുക. അതെങ്ങനെയാണ് എഴുതേണ്ടത് എന്നൊരു മെത്തേഡ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഞാൻ മുന്നേ ഒരു RTI ഫയൽ ചെയ്തപ്പോൾ അത് എഴുതിയ ഒരു മെത്തേഡ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും എങ്ങനെയാണ് അത് എഴുതേണ്ടതെന്ന്. അപ്പോൾ അതുപോലെ നിങ്ങൾ എഴുതിയതിന് ശേഷം നിങ്ങൾ രണ്ടാമതായിട്ട് ചെയ്യേണ്ടത്, അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾക്ക് എന്താണോ അറിയേണ്ടത് ആ വിഷയത്തെ സംബന്ധിച്ച് നിങ്ങൾ ഒരു വൈറ്റ് പേപ്പറിൽ കൃത്യമായിട്ട് ഞാനിവിടെ കൊടുത്തിരിക്കുന്ന മോഡലിൽ നിങ്ങൾ എഴുതുക. ശേഷം നിങ്ങൾക്ക് ഒരു സ്റ്റാമ്പ്, അതായത് 10 രൂപയുടെ ഒരു കോട്ട് സ്റ്റാമ്പ് നിങ്ങൾ അതിൽ പതിപ്പിക്കേണ്ടതുണ്ട്. പക്ഷേ നമുക്ക് ഈ കോട്ട് സ്റ്റാമ്പൊക്കെ അന്വേഷിച്ച് നടക്കുക എന്നുള്ളത് ചിലവേറിയ പരിപാടിയാണ്, നമ്മുടെ സമയം നഷ്ടമാണ്. അപ്പോൾ അതിന് ഏറ്റവും നല്ലൊരു കാര്യം എന്നുള്ളത് നമ്മൾ ട്രഷറി പേയ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ട്രഷറിയിൽ പോകേണ്ട കാര്യമില്ല, നമുക്കിപ്പോൾ ഓൺലൈനായിട്ട് തന്നെ പേയ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഗൂഗിൾ ക്രോം എടുത്തിട്ട് അവിടെ ട്രഷറി പേയ്മെൻറ്റ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെയുള്ളൊരു വെബ്സൈറ്റിലേക്ക് നമ്മൾ ചെല്ലും. ആ വെബ്സൈറ്റിൽ നമ്മൾ ചെന്നതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു ട്രഷറി പേയ്മെൻറ്റിൻ്റെ ഒരു ഇൻ്റർഫേസിലേക്ക് നമ്മൾ പോകും. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഡൊണേറ്റ് ടു CMDRF എന്നൊരു ഓപ്ഷൻ കാണാം. ഇതിൻ്റെ മുകളിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ 4 ഓപ്ഷൻ ഉണ്ട്. അതിലെ ആദ്യത്തെ ഓപ്ഷനായിട്ടുള്ള ഡൊണേറ്റ് ടു CMDRFൻ്റെ മുകളിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ മറ്റൊരു പേജിലേക്ക് പ്രവേശിക്കും. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം, ഇവിടെ ഒരു എമൗണ്ട് അടിച്ചു കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാം. ഇവിടെ നമ്മൾ ഒരു 10 രൂപ അടിച്ചു കൊടുക്കണം. കാരണം ഇപ്പോഴത്തെ RTI നിയമപ്രകാരം 10 രൂപയാണ് എമൗണ്ട്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. 10 രൂപ കൊടുത്തതിന് ശേഷം നമ്മൾ താഴെ വന്നിട്ട് അവിടെ നമ്മുടെ പേര് പൂർണ്ണമായിട്ട് നമ്മൾ അടിച്ചു കൊടുക്കുക. അതിനുശേഷം താഴെ നമ്മുടെ മൊബൈൽ നമ്പർ കൃത്യമായിട്ട് നമ്മൾ അടിച്ചു കൊടുക്കണം. കാരണം മൊബൈൽ നമ്പർ നിർബന്ധമാണ്. ശേഷം പാനൊക്കെ വേണമെങ്കിൽ അടിച്ചു കൊടുക്കാം. ലാസ്റ്റ് വന്നതിന് ശേഷം നമ്മുടെ പർപ്പസ് എന്താണെന്ന് കൊടുക്കുക. നമ്മുടെ പർപ്പസ് RTI ആണ്. അപ്പോൾ RTI എന്ന് അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ പ്രൊസീഡ് ചെയ്യുക. ശേഷം നമുക്ക് അവിടെ ഒരു റെസിപ്റ്റ് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ട ഒരു റെസിപ്റ്റാണ് കാണുന്നത്. ഇവിടെ നമ്മൾ പ്രൊസീഡ് ടു പേയ്മെൻറ്റ് കൊടുക്കുക. അവിടെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ട വിവിധ മെത്തേഡുകളുണ്ട്. അവിടെ നമ്മൾ പേയ്മെൻറ്റ് ഗേറ്റ് വേ നമ്മൾ പ്രിഫർ ചെയ്യണം. അപ്പോൾ നമുക്ക് ഗൂഗിൾ പേ മറ്റ് ഓപ്ഷനൊക്കെ നമുക്ക് അവിടെ ലഭ്യമാകും. അവിടെ നമ്മൾ പ്രൊസീഡ് ടു പേ ചെയ്യുക. അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഗൂഗിൾ പേയുടെ ഓപ്ഷനൊക്കെ നമുക്കവിടെ കാണാൻ സാധിക്കും. UPI ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നമ്മൾ ജസ്റ്റ് ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് ഗൂഗിൾ പേ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ റെസിപ്റ്റ് നമ്മുടെ ഇമെയിലിലേക്ക് വരും. ഇതാണ് ഒരു റെസിപ്റ്റിൻ്റെ എക്സാമ്പിൾ. ഇത് എനിക്ക് വന്ന റെസിപ്റ്റാണ്. ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ റെസിപ്റ്റ് നമുക്ക് ലഭിച്ചതിന് ശേഷം നമുക്ക് ഒരു ഡോക്യുമെൻറ്റും കൂടി തയ്യാറാക്കാനുണ്ട്. മറ്റൊന്നുമല്ല, നമ്മുടെ ഏതെങ്കിലും ഒരു ഐഡൻറ്റിറ്റി കാർഡ്. നമ്മളിപ്പോൾ ഇന്ത്യയിലാണ്, അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ഉചിതമായത് ആധാർ കാർഡാണ്. ആധാർ കാർഡിൻ്റെ 2 വശവും ഒരു കോപ്പി എടുത്ത് നമ്മൾ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുക. ശ്രദ്ധിക്കുക, നമ്മൾ ആദ്യം തന്നെ RTI എന്താണോ അതിനെ സംബന്ധിച്ച ഒരു വിവരണം എഴുതിയ ഒരു പേപ്പർ, ഒരു വൈറ്റ് പേപ്പർ, പ്ലസ് അതിൻ്റെ കൂടെ ഈ റെസിപ്റ്റ്, പേയ്മെൻറ്റ് ചെയ്ത റെസിപ്റ്റ്, അതോടൊപ്പം തന്നെ ആധാർ കാർഡിൻ്റെ ഒരു കോപ്പി. ഇത് 3ഉം വെച്ചുകൊണ്ട് നമുക്ക് എവിടെ നിന്നാണ് നമുക്ക് വിവരങ്ങൾ ലഭ്യമാകേണ്ടത് അങ്ങോട്ട് നമ്മൾ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 30 ദിവസത്തിനുള്ളിൽ തന്നെ അവരുടെ ഭാഗത്തു നിന്നുള്ള മറുപടി നമുക്ക് ലഭിക്കും. നമുക്ക് ഡോക്യുമെൻ്റാണ് ലഭിക്കേണ്ടതെങ്കിൽ ആ ഡോക്യുമെൻറ്റ് അവർ നമുക്ക് തപാൽ വഴി അയച്ചു തരും. സമയങ്ങളിലൊക്കെ അവർക്ക് തപാൽ വഴി അയക്കാൻ വേണ്ടിയുള്ള പേയ്മെൻറ്റും കൂടി നമ്മളിൽ നിന്ന് അവർ ഈടാക്കലുണ്ട്. അപ്പോൾ നമ്മൾ ആ പേയ്മെൻറ്റ് നിസ്സാരമായിട്ടുള്ള പേയ്മെൻറ്റ് ഉണ്ടാവുള്ളൂ, 50 രൂപ എന്തെങ്കിലും പേയ്മെൻറ്റൊക്കെ ഉണ്ടാവും. ഡിപ്പെൻസ് ആണ്. അപ്പോൾ അത് നമ്മൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തപാൽ വഴി അവർ അയച്ചു തരും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു RTI നമ്മൾ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലേക്ക് നമ്മൾ ഫയൽ ചെയ്യേണ്ടത്. പല സമയങ്ങളിലും പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് പോലും നമുക്ക് RTIക്ക് മറുപടി ലഭിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് RTI ഫയൽ ചെയ്യാൻ ഇനിയൊരു സംശയം വരരുത്. ഈ 3 കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് സ്വന്തമായി തന്നെ RTI ഫയൽ ചെയ്ത് നിങ്ങൾക്ക് എന്താണോ ആവശ്യം, ഏത് വിവരത്തെ സംബന്ധിച്ചാണോ അറിയേണ്ടത് ആ വിവരങ്ങൾ നിങ്ങൾക്കറിയാം. ഏത് ഡോക്യുമെൻ്റാണ് ആവശ്യം ആ ഡോക്യുമെൻറ്റ് നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. ഓക്കെ, ബൈ.